അവന്റെ വെള്ള പുറപ്പിച്ച ശരീരത്ത് എനിക്ക് എപ്പോ റീത്ത് വയ്ക്കാൻ പറ്റും? ഇനി ഒരു നീക്കം നടത്തണമെങ്കിൽ അവനാ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങണം. എലിയെ കൊല്ലാൻ ഇല്ലം ചുടാൻ തയ്യാറായ മണ്ടന്മാരുള്ള നാടായത്. അവനെ കൊല്ലാൻ ഹോസ്പിറ്റലിൽ തീയിടണമെന്നുണ്ടെങ്കിൽ അങ്ങ് തീയിട്ട് കാണിക്ക്. വെടിവെച്ചിട്ടോ വെച്ചാവുന്നില്ല, തീയിട്ട് കൊല്ല്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നിന്നെ കൊണ്ടത് സാധിക്കും. നിന്നിലൊരു ഒന്നാം തരം ക്രിമിനൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതൊന്ന് പുറത്തെടുത്താൽ മാത്രം മതി. അതിന് നിന്നെ കൊണ്ട് കഴിയും. ശക്തിയുണ്ട്. ബുദ്ധി കൂടെ ഒന്ന് പ്രയോഗിക്ക്. അപ്പോ കാണാം അവൻ ചത്തുമലച്ച് നിന്റെ മുന്നിൽ കിടക്കുന്നത്. ചെന്ന് മുംബൈ നഗരത്തിന്റെ മാനം കാക്ക്. ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് അവനെ കൊന്നതിന് ശേഷം. സുഹൃത്തുക്കളെ, പ്രിയ സഹപ്രവർത്തകരെ, ഹരിത കേരളം 2025-ലെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഒറ്റ ദിവസത്തെ ട്രയൽ പരിപാടിക്ക് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഈ സന്തോഷ സുദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനായി നമ്മുടെ വിശിഷ്ടാതിഥി കളക്ടർ ശാലിനി വിഷ്ണുവിനെ ബഹുമാന പുരസ്കാരം ക്ഷണിച്ചുകൊള്ളുന്നു. സഹപ്രവർത്തകരെ, നമ്മളിൽ പലരും വഴിയരികിൽ ഒരു ഒഴിഞ്ഞ കുപ്പി കണ്ട അതെടുത്ത് വേസ്റ്റ് ബോക്സിലേക്ക് ഇടാൻ പലപ്പോഴും മറക്കുന്നവരാണ്. സാഹചര്യം കൊണ്ടോ ജോലി തിരക്കുകൊണ്ടോ ബോധപൂർവം മറക്കുന്ന ഒരു തെറ്റ് ഭാവിയിൽ നാടിന് വലിയൊരു ആപത്താണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ ഹരിത കേരളം പരിപാടിക്ക് ആദ്യമേ തന്നെ എന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒപ്പം ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ജനനന്മ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. കളക്ടറുടെ പ്രസംഗത്തിൽ നിന്ന് തന്നെ വാക്കുകളുടെ എളിമയിലാളിത്യവും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം നമ്മുടെ കളക്ടർക്ക് ഇങ്ങനെ പറയാനേ പറ്റത്തുള്ളൂ. ഇതുപോലെ സാധാരണക്കാരന്റെ ശബ്ദമാകാനേ സാധിക്കൂ. കാരണം കളക്ടർ സാധാരണക്കാരിൽ സാധാരണക്കാരിയാണ്. മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിലിരുന്ന് പഠിച്ചു എന്ന് പറയുന്നതിലെ കരി പിടിച്ച മണ്ണെണ്ണ വിളക്ക് കണ്ടു വളർന്നതിന്റെ അനുഭവതയുള്ളവളാണ്. ഹോട്ടൽ പാത്രം കഴുകിയും അടുക്കള പണി ചെയ്തും അതിനിടയിൽ പഠിച്ചും പട്ടിണി കിടന്നും നേടിയെടുത്തതാണ് ഈ കളക്ടർ പദവി. എന്ന് വെച്ചാൽ ഏറ്റവും താഴെക്കടയിലുള്ള ജീവിതം. ശരിക്കും പറഞ്ഞ ദാരിദ്ര്യത്തിന്റെ പടുവഴി. ഇതെങ്ങോട്ടാ മാഡം എടിയും പറഞ്ഞു പോന്ന്? കൊല്ലാനാണോ വളർത്താനാണോ? എന്തായാലും വളർത്താനല്ല. കുടുംബത്തെ ശ്രദ്ധിക്കാത്ത അച്ഛൻ, 3 പെൺമക്കളെ പോറ്റാനായി ചായക്കട പണി ചെയ്യുന്ന അമ്മ. നമ്മളൊക്കെ ആണെങ്കിൽ നാട് വിട്ട് ഓടിപ്പോയേക്കാവുന്ന ജീവിത സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്നാണ് നമ്മുടെ കളക്ടർ ഈ നിലയിലായത്. നമ്മള് പൂവിട്ട് പൂജിക്കണം ഈ കളക്ടറെ. പൂക്കള് വാരി വെതറുകയാണല്ലോ മാഡം. ഇത് പൊക്കി പറയുന്നതല്ലോ, ലക്ഷ്യം മറ്റെന്തോ ആണ്. കളക്ടറുടെ എളിമയിൽ ലാളിത്യമൊന്നും അവിടെ ഒതുങ്ങുന്നതായിരുന്നില്ല. വിവാഹത്തെ കുറിച്ച് ചിന്തിച്ചപ്പോ ഒരു ഡോക്ടറെയോ ഒരു എഞ്ചിനീയറെയോ അതോ ഒരേ മേഖലയിൽ ഒരേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കളക്ടറെയോ അല്ല വരനായി തിരഞ്ഞെടുത്തത്. നീയേ അന്വേഷിച്ചറിയാൻ പറ്റും. ഇടിവള ചുരുട്ടിയിടിച്ച് മൂക്കിന്റെ പാലം കളഞ്ഞ കുറെ അധികം കഥകള് കേട്ടോ. അത് നീ എന്നെ കൊണ്ട് ഇട്ടിപ്പിക്കല്ലേ മോയെ. പിന്നെ ഇവിടെ നടന്നത് പുറത്തറിയാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. മനസ്സിലായ? ഒരു ഡ്രൈവറിന്റെ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ചിട്ട് ADM-ന്റെ കസേരയിൽ മലർന്നിരിക്കുക എന്നതേ വലിയ നാണക്കേടാ കേട്ടാ. അപ്പൊ ആലോചിച്ചിട്ട് വേണ്ടേ ചെയ്യാം. മാറി കുറെ ദിവസമായി നീ. അപ്പൊ പറഞ്ഞു കേട്ടല്ലോ, നല്ല കുട്ടിയായിട്ട് എന്റെ ഒപ്പം വന്നാലേ കിട്ടിയ നാട്ടുകാരറിയില്ല കേട്ടാ. ഷർട്ടൊക്കെ ചുളിഞ്ഞു. അല്ല സാർ ഇവിടെ നിൽക്കുകയാണോ? അവിടെ തിരക്കുന്നുണ്ടായിരുന്നു.
അപ്പൊ സാറേ പറഞ്ഞ ഓർമ്മണ്ടല്ലോ. ഇരിക്കൂ. ഏത് കുട്ടിയുടെ വിവരങ്ങൾ അറിയണമെന്ന് പറഞ്ഞത്? സത്യഭാമ, ജില്ലാ കളക്ടർ ശാലിനിയുടെ. ഓ, മനസ്സിലായി. എന്ത് വിവരം അറിയേണ്ടത്? രജിസ്റ്ററിൽ എല്ലാ കുട്ടികളുടെ അച്ഛന്റെ അമ്മയുടെയും പേരുകൾ ഉൾപ്പെടുത്തുമല്ലോ. ആ വിവരങ്ങളെന്നറിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. മനസ്സിലായില്ല. സത്യഭാമയുടെ അച്ഛന്റെ അമ്മയുടെയും പേരുകൾ എന്താണെന്നാണ് അറിയേണ്ടത്. സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഔട്ട്സൈഡേഴ്സിന് ഞങ്ങൾ അങ്ങനെ കൈമാറാറില്ല. അയ്യോ, അത് എന്റെ കസിൻ സിസ്റ്ററുടെ മകളുടെ മകളാണോ സത്യഭാമ എന്നൊരു സംശയം എനിക്കുണ്ടേ. സത്യഭാമയോട് ചോദിച്ചു, പക്ഷെ ആ കുഞ്ഞിന് കൃത്യമായിട്ടൊരു മറുപടിയില്ല. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഭാവിയിൽ ഒരു ഇഷ്യൂ ആകത്തില്ലെന്ന് ഉറപ്പ് തരാമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. എനിക്കതൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. അത്രയ്ക്ക് അത്യാവശ്യമുള്ളത് കൊണ്ടാ. പ്ലീസ് ഒന്ന് സഹായിക്കണം. കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ. എത്ര സമയം വേണമെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്യാം. മാഡം. അതെ, ആ ഫസ്റ്റ് ബിയിലെ രജിസ്റ്റർ ബുക്കിംഗ് എടുത്തോണ്ട് വരൂ. ശരി മാഡം. ക്ലാസ് വിട്ട് ആ കുട്ടിയെ പിക്കാൻ വരുന്ന അവരോട് ചോദിക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അല്ല ടീച്ചർ, അതിപ്പോ സാരമില്ല. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. മാഡം. സത്യഭാമ